കറി വെക്കാൻ മേടിച്ചതിൻ്റെ കുമ്പളങ്ങ മേടിച്ച കുമ്പളങ്ങയാണ്. അതിൻ്റെ ഒരു കുഞ്ഞു പോർഷൻ എടുത്ത് ഇവിടെ വെച്ചിരുന്നതാണ്. അത് ഞാൻ പുറത്തു കൊണ്ടുപോയി തൊലി ചെത്തിക്കൊണ്ട് വരാം. ഇന്ന് കുമ്പളങ്ങ കൊണ്ടുള്ള ഒരു തോരനാണ് നമ്മുടെ കിച്ചണിൽ തയ്യാറാക്കണത് കേട്ടോ. അപ്പൊ ഞാൻ പുറത്തു കൊണ്ടുപോയി ചെത്തി നീറ്റായി കൊണ്ടുവരാം. എന്നിട്ട് അരിയണ കാണിക്കാം കേട്ടോ. കുമ്പളങ്ങ തൊലി ചെത്തി കൊണ്ടുവന്നത് തളരി പോലെ അരിയോ. തീരെ തളരൊന്നും അല്ല കേട്ടോ. എനിക്ക് അത്രയ്ക്ക് തളരി പോലെയൊന്നും അരിയാൻ വലിയ വശമൊന്നുമില്ല. പറ്റുന്ന രീതിയിൽ ഞാൻ നൈസായിട്ട് അരിഞ്ഞെടുക്കണം കേട്ടോ. ഇത് സവോള ഉള്ളി, കാന്താരിമുളക്, തേങ്ങയൊക്കെ ഒതുക്കി ചേർത്തുള്ളൊരു തോരന ചെയ്യണത്. കപ്പങ്ങ അരിയുമ്പോൾ അങ്ങ് അരിഞ്ഞാൽ മതി വെച്ചേ. ഒരു കുഞ്ഞു പീസ് കുമ്പളങ്ങ അരിഞ്ഞത്, ഒരു കുഞ്ഞ് സവോള ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്, ഒരു 3 4 പച്ചമുളകും അരിഞ്ഞ് തന്നെ ചേർത്തേക്കുവാണ് കേട്ടോ. പിന്നെ അതിന് ചേരാനായിട്ട്, തോരന് ചേരാനായിട്ട് ഒരു മുറിയുടെ പകുതി മുറി തേങ്ങ, 2-3 ദളം വെളുത്തുള്ളി ചെറുതാക്കി നുറുക്കിയിട്ടിട്ടുണ്ട്, 1-2 ചുമന്നുള്ളി നുറുക്കിയിട്ടിട്ടുണ്ട്, സ്വല്പം മഞ്ഞൾപ്പൊടിയുണ്ട്. അത് ഞാൻ ഒതുക്കുന്നില്ല. ഇതിലേക്ക് ചേർത്ത് കൈ കൊണ്ടൊന്ന് ഞരടി മിക്സ് ചെയ്യാം. കൈ കഴുകിയിട്ട് നമ്മൾ നീറ്റായിട്ടൊന്ന് ഞരടി എടുക്കുക. എന്നിട്ട് നമുക്ക് വേവിക്കാൻ നോക്കാം കേട്ടോ. വെള്ളമൊന്നും ചേർക്കണ്ട. എന്നാന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം കുമ്പളങ്ങയിൽ നിറയെ വെള്ളം ഉള്ളതാണ്. അപ്പം നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കഴിയുമ്പോൾ തന്നെ ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളൂ. അപ്പം ആ വെള്ളത്തിൽ വെന്തോളൂ കേട്ടോ. അപ്പം നമ്മളൊരു സംഭവം മറന്നുപോയില്ല, ഉപ്പ് ചേർക്കാൻ. ഉപ്പും കൂടെ ചേർത്ത് ഞരടി വെക്കാം കേട്ടോ. ഞരടി വെക്കുമല്ലോ, ഞരടി നമ്മൾ അടുപ്പത്തേക്ക് വെക്കാം വേവിക്കാനായിട്ട്. ഇത് മതിയാവും, അത്രയല്ലേ സാധനമുള്ളൂ. പിന്നെ ഒരായി ഉണ്ടെങ്കിൽ അടുപ്പത്ത് വെച്ച് ഇളക്കി കഴിയുമ്പോൾ അറിയാമല്ലോ, അന്നേരം ചേർക്കാം. ഇത് പെട്ടെന്ന് അങ്ങ് ചുങ്ങും. ഞാൻ പറഞ്ഞില്ലേ വെള്ളമല്ലേ മുഴുവനും, കുമ്പളങ്ങയിൽ മുഴുവൻ വെള്ളം. ഇത് മാറ്റി വെച്ചേച്ച് വേറൊരു ചീനിച്ചിട്ട് അടുപ്പത്തേക്ക് വെക്കാം കറി തയ്യാറാക്കാനുള്ള കേട്ടോ. ഇന്ന് വൈകിട്ടത്തേക്കുള്ള തോരന ഇതാ ഊണിന്. അല്ല ഇന്ന് വൈകിട്ടത്തേക്കല്ല, ഇന്ന് നമ്മൾ പൂരി മുട്ടക്കറിയാണ്. നാളെ ഉച്ചത്തേക്കുള്ള തോരന. അപ്പം റെഡിയാക്കി വെക്കണമെന്നേ ഉള്ളൂ, പണി സൗകര്യം അല്ലേ. മാറ്റട്ടെ കേട്ടോ, മാറ്റട്ടെ. ഇനി എന്താ നമ്മൾ ചെയ്യാൻ പോണത്? അടുപ്പത്ത് വെക്കുക, ഗ്യാസ് ഓൺ ചെയ്യുക. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചേച്ച് നമുക്ക് കുമ്പളങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം. കൈ ഒന്ന് കഴുകിച്ച് വരാം. എണ്ണ ഒഴിച്ചു 2 തരി കടുകിടാം കേട്ടോ. 2 തരി മതിയോ? അത് മതി. എണ്ണയൊന്ന് മൂക്കണം. ചാറുകറിയൊന്നും വന്നു. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുളിക്കാം. ഇട്ട് കഴിഞ്ഞാൽ തിരിഞ്ഞ് വെച്ചേക്കണം. കുമ്പളങ്ങയും തേങ്ങയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മൂടി പൊത്തി വെക്കണം. എന്നിട്ട് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് പെട്ടെന്ന് വേവും. പച്ചമുളക് ഇട്ടേക്കണോണ്ട് കേട്ടോ മുളക് പൊടി ചേർക്കാൻ. നല്ല എരിവുള്ള നമ്മുടെ പച്ചമുളക് ഇട്ടേക്കണം. ഞാൻ 4 അരിഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ എരിവ് പാകത്തിനായിക്കോളും. ഇനി ചുമ്മാ ഒന്ന് ഇളക്കി ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കി വെച്ച് മൂടി എണ്ണ വയ്ക്കാം. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ കിടന്ന് വേവട്ടെ. അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളം ഊറി വന്നോലോ ഇരിക്കുന്നു വേവാനായിട്ട്. ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അടി പിടിക്കും. നമ്മൾ നോൺ സ്റ്റിക്ക് പാത്രം അല്ലല്ലോ വെച്ചേക്കണം. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ കിടന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. കുമ്പളങ്ങ തോരനാണ് ഇപ്പം നമ്മളിവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പണ്ടത്തെ ഒരു ട്രഡീഷണൽ ഡിഷാണ്. അപ്പോൾ ഫൈനൽ ഫോം കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പം നമ്മൾ അടുപ്പത്തേക്ക് ഇട്ടു, എല്ലാമായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ഇളക്കി കൊടുത്തു. ഇനി മൂടി പൊത്തി വെക്കണം അടപ്പുകൊണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇതേ ഞൊടിയിടയിൽ തയ്യാറാക്കാൻ പറ്റിയ കുമ്പളങ്ങ തോരൻ റെഡി ആയിരിക്കുന്നു. ഇനി നമുക്ക് ചൂടാറി കഴിയുമ്പോൾ ഡിസ്പ്ലേ കാണിക്കാം. ഒരു സ്വല്പം ടേസ്റ്റ് ചെയ്ത് നോക്കി. ശരിക്കും ഇത് പപ്പായ തോരനാന്നേ പറയുള്ളൂ. പേടില്ലേ, അറിയാതെ കൊണ്ടേ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ കുമ്പളങ്ങ മേടിച്ചത് കൊണ്ട് എന്നോട് ചോദിക്കും എന്തിനൊക്കെയാന്ന് ഉച്ചയ്ക്ക് ചോദിച്ചു. അതുകൊണ്ട് ചിലപ്പോൾ പറയും ഇത് കുമ്പളങ്ങയാന്ന് പറയും. പപ്പായ പോലെ തന്നെ. ചൂടാണല്ലോ കൊച്ചെ, ഇച്ചിരി ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല രുചിയാ, എനിക്കും ഇഷ്ടപ്പെട്ട.
ഞാനിത് അങ്ങനെ കഴിച്ചിട്ടില്ല. ചൂടാ, അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി ഭയങ്കര ചൂടാ. ഇച്ചിരി നല്ല രുചിയാ. ഞാനും കഴിച്ചിട്ടില്ലെന്നേ. ആണോ? നല്ല രസം കേട്ടോ. കിളികളൂന്നിരിക്കണു. എനിക്ക് ഇങ്ങനെ കിളികളൂന്നുള്ള കറിയൊക്കെ ഭയങ്കര ഇഷ്ടം. എന്താന്നറിയാമോ കിളികളൂന്ന്? ഇളവൻ മൂപ്പുള്ള അധികം മൂപ്പുള്ള കുമ്പളങ്ങ മേടിക്കരുത് ഞാൻ പറഞ്ഞായിരുന്നു. മൂപ്പ് കുറവുള്ള മുന്തിരിങ്ങ അല്ല മൂപ്പ് കുറവുള്ള കുമ്പളങ്ങ ആയതുകൊണ്ടാണ് ഈ ടേസ്റ്റ് കേട്ടോ. നല്ല ടേസ്റ്റ് ഇല്ല. നല്ല ടേസ്റ്റ്. പിന്നെ നമ്മുടെ പതിവ് പരിപാടി നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ തോരനും ഉണ്ടാക്കുമ്പോൾ ഒരു സവോള അരിഞ്ഞ് ചേർക്കും. അപ്പൊ ഒരു പ്രത്യേക രുചി അതിനുണ്ടാകും. നല്ല രുചിയുണ്ട്. നല്ല രുചിയുണ്ട്. നമുക്ക് ഇടയ്ക്ക് ഇത് ഉണ്ടാക്കി കഴിക്കാം അല്ലേ? അപ്പൊ ചൂടാറി കഴിയുമ്പോൾ ഒരു പ്ലേറ്റിൽ നമുക്ക് ഡിസ്പ്ലേ എടുക്കാം. എടുക്കട്ടെ. അപ്പം നമ്മുടെ കുമ്പളങ്ങ തോരൻ റെഡി ആയി കഴിഞ്ഞു. നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. നല്ല കിളുകിളൂന്നുള്ള കുമ്പളങ്ങ ആയതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ അത് കഴിക്കാനായിട്ട്. നല്ല രസം, നല്ല രുചിയുണ്ട് അല്ലേ? നല്ലതാ. ഹായ്. നല്ല മണ്ണിന്റെ പാത്രത്തിൽ എടുക്കുമ്പോഴേ ഭയങ്കര നൊസ്റ്റാൾജിയ. അത് ഇത് നമ്മളെവിടെയോ പുറത്ത് പോയപ്പോൾ ഏതോ ജംഗ്ഷനിലോ എവിടെയോ വെച്ച് കണ്ടപ്പോൾ കുറച്ചിങ്ങനെ കുഞ്ഞു കുഞ്ഞു മണ്ണിൻ്റെ ചട്ടിയും ഇങ്ങനെ ഒരു പ്ലേറ്റും കണ്ട് നമ്മളന്ന് മേടിച്ച മൂടിക ചട്ടിയൊക്കെ മേടിച്ചപ്പോൾ എവിടെ നിന്നാണ് ഞാൻ മറന്നു. ഒരു 2-3 കൊല്ലെങ്കിലും ആയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കുക്കിംഗ് ചാനൽ നടത്തണം കൊണ്ട് പലതും അതിന് വേണ്ടി നമ്മൾ ഡിസ്പ്ലേ എടുക്കാൻ വേണ്ടി ഈ പാത്രം ഉപയോഗിക്കും. അത്രേ ഉള്ളൂ. പോരെ? നല്ല രുചിയാട്ടോ. അടിപൊളിയാണ്. നല്ലൊരു ഭയങ്കര നൊസ്റ്റാൾജിക് രുചിയാണ് കേട്ടോ ഇത്. നമ്മളിപ്പോൾ ഈ മെഴുക്ക് പുരട്ടിയോ തോരനോ അല്ല ഇങ്ങനെ തോരനോ ഒന്നും ഇല്ലാതെ ഇരിക്കുമോ, നമ്മുടെ മോരുകറിക്കോ എന്തെങ്കിലുമൊക്കെ കുമ്പളങ്ങ മേടിച്ചത് നമ്മുടെ വീട്ടിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിലും കുമ്പളങ്ങ ഉണ്ടാകുമ്പോഴും ഒക്കെ നമുക്കൊരു ഡിഫറെൻ്റ് ആയിട്ടൊരു ഐറ്റം തയ്യാറാക്കാൻ പറ്റിയതാണ്. രുചികരമാണിത്. അതാണ് അതിന് പ്രത്യേകത അല്ലേ? എല്ലാവർക്കും ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു രുചി തന്നെയാണ്. അപ്പോൾ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. വീട്ടിലൊക്കെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ടേസ്റ്റാണ്. പിന്നെ ആരെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാണണവരുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ. എന്നിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ കമന്റുകളൊക്കെ അറിയിക്കുക. അപ്പൊ വേറൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഉടനടി പ്രത്യക്ഷപ്പെടും. അതെ, അതുവരേക്കും ബൈ ബൈ.